ആർഷോ പറയൂ, മറുപടി പറയൂ. നിങ്ങൾ എന്താണോ ഈ കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ ചെയ്തത് അതാണ് ഇപ്പോൾ അവർ ഈ സിനിമയുടെ കാര്യത്തിൽ, എമ്പുരാന്റെ കാര്യത്തിലും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത് സ്മൃതി, അങ്ങനെ പറയരുത്. അങ്ങനെ ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞത്. എന്റെ അവസരമല്ലേ? അതെ. ഇവിടെ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള പ്രൊപ്പഗണ്ട ചലച്ചിത്രങ്ങൾ ഇറങ്ങിയ ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള വിയോജിപ്പുകൾ, അതിനകത്തുള്ള ശരികേടുകൾ ഒക്കെ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരള സ്റ്റോറിയുടെ സംവിധായകൻ്റെ അച്ഛനെ വിളിക്കുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ പിതൃത്വം ഈ പറഞ്ഞവർക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ കുടുംബക്കാരെ പുലഭ്യം പറയുന്നതിന് വേണ്ടിയിട്ടോ ഈ നാടിനകത്ത് ആരും പോയിട്ടില്ല. ഒരു തിയേറ്ററിലേക്കും ഡിവൈഎഫ്ഐ എന്നാൽ ആരും മാർച്ച് നടത്തിയിട്ടുള്ള ഒരു തിയേറ്ററിനകത്തും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പോൾ സ്മൃതിക്ക് ലഭ്യമായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നു ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർഡ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹനുമാൻ സേനയാണ്. നാളെ കഴിഞ്ഞ് ഹനുമാൻ സേനയുടെ മാർച്ച് പന്തം കുടത്തി പ്രകടനം നടക്കാൻ വേണ്ടി പോവാണ്. അല്ലെ ശ്രീ ബി.ജെ.പിയുടെ പ്രതിനിധി അങ്ങ് ദയവീതം ഉണ്ടാതിരിക്കും. എന്റെ അവസരം ഞാൻ സംസാരിച്ചോട്ടെ. ഈ ഹനുമാൻ സേനയുടെ പന്തം കൊടുത്തി പറയണം അടുത്ത ദിവസം തിയേറ്ററിലേക്ക് നടക്കാൻ വേണ്ടി പോകുക എന്നുള്ളതിന്റെ പ്രഖ്യാപനം ഉണ്ടാകണം. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിങ്ങൾ ഈ സമൂഹത്തോട് നിങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാ അപരാധാട്ടോ. ഇതുപോലുള്ള സംഘപരിവാറുകാരെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് സാമൂഹിക നിരീക്ഷകർ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. കറകളഞ്ഞ RSSകാരനായിട്ടുള്ള മിഥുൻ വിജയകുമാർ, കറകളഞ്ഞ RSSകാരൻ, കറകളഞ്ഞ RSSകാരനെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് സാമൂഹിക നിരീക്ഷകൻ. അദ്ദേഹം വലത് നിരീക്ഷകനാണ്. സാമൂഹിക നിരീക്ഷകൻ സാമൂഹിക നിരീക്ഷകൻ എന്നാ നിങ്ങളുടെ ടൈറ്റില്. അല്ല, അദ്ദേഹം ആ നിരീക്ഷണം നിങ്ങളുടെ ടൈറ്റില് സാമൂഹിക നിരീക്ഷകനാണ്. അല്ല, ഇയാള് നടത്തിയ അല്ലല്ല ഇയാളുടെ സാമൂഹിക നിരീക്ഷണമാണ് നേരത്തെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത്. ഏത് കേരളത്തിനകത്ത് നൂറുകണക്കിന് ആളുകൾ ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ കേരള സ്റ്റോറീസ് പറഞ്ഞത് 30,000 അദ്ദേഹം പറയുന്ന നൂറുകണക്കിന്. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, എന്ത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവും പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ആ തെളിവും പേപ്പർ എടുത്ത് മുന്നോട്ട് വെക്കാൻ തയ്യാറാവണ്ടേ? അദ്ദേഹം ആ തെളിവും പേപ്പർ എടുത്ത് മുന്നോട്ട് വെക്കാൻ വേണ്ടി തയ്യാറാവണ്ടേ? പച്ചക്കള്ളം വിളിച്ചു പറയാം. എടോ സാമൂഹിക നിരീക്ഷക, അങ്ങയുടെ അവസരത്തിൽ ദയവീത് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങളെ കണക്കെടുത്ത് വെക്ക്. അന്തസ്സുണ്ടെങ്കിൽ ഫാക്ട് എടുത്ത് വെച്ച് ചർച്ച ചെയ്യും. പച്ചക്കള്ളം RSSന്റെ ശാഖയിൽ നിന്ന് വിളമ്പുന്നതെന്തോ അത് വന്നിരുന്നു പറയുന്ന ഒരാളെ സാമൂഹിക നിരീക്ഷകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഒരു നിഷ്പക്ഷ ലേബൽ കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഈ നാടിനോട് ചെയ്യുന്ന മഹാപരാധാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാവണം. അത് ഈ നാടിനോട് ചെയ്യുന്ന അപരാധാണ്. ഇനി നേരത്തെ പറഞ്ഞതിൽ ഏതാണ് ഡാറ്റ നിങ്ങൾ പറഞ്ഞല്ലോ നൂറുകണക്കിന് വരുന്ന നൂറോളം ആളുകളുടെ കണക്ക് താങ്കളുടെ മുഖ്യമന്ത്രി വിട്ടതാണ്. അത് നിങ്ങൾ മലപ്പുറത്ത് ഉൾപ്പെടെ കേരള സ്റ്റോറിക്കകത്ത് പ്രതിപാദിച്ചത് കണക്ക്. ശരി, ഞാൻ പറയാം. കേരള സ്റ്റോറി ചലച്ചിത്രത്തിനകത്ത് പ്രതിപാദിച്ചതുപോലെ നൂറുകണക്കിന് വരുന്ന പെൺകുട്ടികൾ. അല്ല, ഞാൻ പറയട്ടെ സാറേ, നിങ്ങൾ നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞോ. അല്ല, എന്റെ അവസരത്തിൽ കയറിയാണല്ലോ താങ്കളും മറ്റേ സുന്ദരനായ കേരള സ്റ്റോറി നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയുന്നത് മറ്റുള്ളവരുടെ സംസാരിച്ചു പോകാനെങ്കിൽ അതെങ്ങനെ ശരിയാവുക? അപ്പൊ ഞങ്ങൾ ഇതിന് വേഗം മറുപടി പറഞ്ഞ ശേഷം എനിക്ക് 51 വെട്ടിന്റെ കാര്യത്തിലുള്ള കാര്യം പറയണം. 51 വെട്ടിന്റെ എനിക്ക് എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെടുക്ക് കണക്കെടുക്ക്. എനിക്ക് എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾ കണക്കെടുക്കുന്നേ മലപ്പുറത്തേക്ക് കോഴിക്കോടെയും കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നോ? ഏത് ഏജൻസി പുറത്തുവിട്ട കണക്ക്? ബിജെപിയുടെ പ്രതിനിധി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ഇല്ല, ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. മലപ്പുറവും കോഴിക്കോടും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഇന്റലിജൻസ് കേരള പോലീസിന് കൊടുത്ത റിപ്പോർട്ടാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതവിശ്വാസത്തിലേക്ക് മാറാം. ഈ കേരള സ്റ്റോറീസ് പറഞ്ഞത് കൺവേർഷൻ, ഇവിടെ നിന്ന് പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്ത് സ്ഥിരീകരിക്കണമെന്ന് പറഞ്ഞ് അല്ലല്ല
കേരള പോലീസ് പറഞ്ഞത് ഇവിടെ നിന്നും കേരള പോലീസ് ചീഫിന് ഇവിടെ ഇസ്ലാമിക് കാര്യം ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലല്ലല്ല നിങ്ങളെ പച്ചക്കള്ളം പറയല്ലേ, നിങ്ങൾ പച്ചക്കള്ളം പറയല്ലേ, പച്ചക്കള്ളം പറയല്ലേ ഈ രാജ്യത്തെ. അല്ലല്ല അയ്യോ ആ ക്യാപ്സ്യൂൾ കൊണ്ടുവരണ്ട, ആ ക്യാപ്സ്യൂൾ കൊണ്ടുവരണ്ട സാറേ. അല്ലല്ല മിഥുൻ ഇവിടെ ലവ് ജിഹാദിന്റെ കാര്യത്തിൽ കോടതി എന്താണോ പറഞ്ഞത് ഒന്ന് പറയാമോ മിഥുൻ? ലവ് ജിഹാദിന്റെ കാര്യത്തിൽ എന്താണ് കോടതി പറഞ്ഞത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന പ്രൊപ്പഗണ്ട മൂവി പറയുന്നത് കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്ത് IS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനയിലേക്ക് എത്തിക്കുന്നുണ്ട്. 30,000 പേർ കേരളത്തിൽ എത്തിച്ചു എന്നാ പറഞ്ഞേ. നിങ്ങളിപ്പോ പറയുന്നത് എന്താ? ഭരണഘടനാപരമായി ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഭരണഘടന അധികാരം ആ കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾ കേരള സ്റ്റോറി ന്യായീകരിക്കാൻ വരുന്നത്. മുഖ്യമന്ത്രി പുറത്തുവിട്ട കണക്കാണെന്നും മുഖ്യമന്ത്രി പുറത്തുവിട്ടത് ലീഗൽ കൺവേർഷൻ നിയമപരമായി. ഒരു മിനിറ്റ് മിഥുൻ, ഒരു മിനിറ്റ് ആർഷോ ഒരു മിനിറ്റ്. മുഖ്യമന്ത്രി പുറത്തുവിട്ടത് നിയമപരമായി കൺവേർട്ട് ചെയ്തവരുടെ കണക്കാണ്, നിങ്ങളുടെ ഊതിപ്പെരിപ്പിച്ച കണക്കല്ല. അതൊക്കെ അവർ താല്പര്യപ്രകാരം മാറിയതാണ്. അതിന്റെ കണക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? മുഖ്യമന്ത്രി പുറത്തുവിട്ടു കാലങ്ങളായി ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നേ. സ്മൃതി, ഇന്റലിജൻസ് റിപ്പോർട്ട് കേരള പോലീസിന് പോകുന്നു. മാത്രമല്ല എനിക്ക് എന്നെ പറയാൻ അനുവദിക്കാതെ ആർഷയ്ക്ക് കൊടുത്തു. എനിക്ക് സമയം തരണം. സ്മൃതി, ഞാനിവിടെ കൃത്യമായി താങ്കൾക്ക് ഇതിനൊക്കെ എന്താ പറയാ, ഞാൻ റെഫറൻസസ് എടുത്തുകൊണ്ടാണ് ഇവിടെ എല്ലാം ഡാറ്റ വെച്ച് വേണ്ട നമുക്ക് ഇതൊക്കെ വാദിക്കാൻ. കേരള ഗവൺമെന്റ് ആർഷോ പറഞ്ഞ ശേഷം ഞാൻ പ്രിന്റിലേക്ക് വരുന്നു പറഞ്ഞാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞ ഇവിടെ രേഖകളിലുള്ളതാണ്, അതിലൊരു പുതുമയുള്ള കാര്യമല്ല, ഇത് ലീഗലി നടന്നിട്ടുള്ള കാര്യമാണ്, ഇല്ലീഗൽ കാര്യമല്ല. അതുകൊണ്ട് അതങ്ങനെ താങ്കൾ ഒരു പെരുപ്പിച്ച കണക്കായി പറയണ്ടെന്നേ. ഞാൻ ഒന്ന് പ്രിന്റുലേക്ക് പ്രിന്റു താങ്കൾ നേരത്തെ പറഞ്ഞതിന് ആർഷോയിൽ നിന്ന് മറുപടി കിട്ടിയോ? താങ്കൾക്ക് വേഗം ചുരുക്കണം. ഇല്ല, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.